ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും നെയ്മറിന്റെ ബ്രസീലും മെസ്സിയുടെ അർജന്റീനയുമൊക്കെയായി ജേഴ്സി അണിഞ്ഞ പിള്ളേര് ഗ്രൗണ്ടിലിറങ്ങി. 4 ടീമുകൾ മാറ്റുരയ്ക്കുന്ന പോരാട്ടം. പക്ഷേ ഈ ടൂർണമെന്റിലെ യഥാർത്ഥ ഹീറോസ് മറ്റാരുമല്ല, അത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ടീമായിരുന്നു. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായക്കാരും അർജന്റീനയുടെ നീലാകാശപ്പടയും പോർച്ചുഗലിന്റെ ചുവപ്പന്മാരും ഇന്ത്യൻ പോസ്റ്റിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തെങ്കിലും തോട്ടുമുക്കത്തിന്റെ ചുണക്കുട്ടികൾക്ക് വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. വമ്പന്മാരെ വിറപ്പിക്കുന്ന പ്രകടനവുമായി ഇന്ത്യയുടെ പിള്ളേർ കളം ഭരിച്ചപ്പോൾ തോറ്റത് ലോകകപ്പിലെ വമ്പൻ ടീമുകളുടെ പ്രശസ്തിയായിരുന്നു. ജയിച്ചത് ഇന്ത്യ എന്ന നമ്മുടെ വികാരവും. അർജന്റീനയും ബ്രസീലും പോർച്ചുഗലുമൊക്കെ ഗ്രൗണ്ടിൽ കളം നിറഞ്ഞെങ്കിലും ഗാലറിയിലും മൈതാനത്തും ഏറ്റവും കൂടുതൽ ആർപ്പുവിളികളും കയ്യടികളും ഉയർന്നത് ഇന്ത്യ എന്ന ആ ഒരൊറ്റ പേരിനായിരുന്നു. തോട്ടുമുക്കം സ്കൂൾ ടീം ഇന്ത്യൻ ജേഴ്സിയിൽ പന്തുരുട്ടിയപ്പോൾ കണ്ടുനിന്ന നാട്ടുകാരുടെയും കുട്ടികളുടെയും ഉള്ളിലെ യഥാർത്ഥ ഫുട്ബോൾ പ്രേമം ഉണർന്നു. ഓരോ മലയാളി ഫുട്ബോൾ ആരാധകരും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ആ വലിയ സ്വപ്നമുണ്ടല്ലോ, ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നത് കാണുക എന്നത്. ആ ഒരു വികാരമാണ് തോട്ടുമുക്കത്തെ ഗ്രൗണ്ടിൽ അലയടിച്ചത്. ഇവിടെ സ്കൂളിലുള്ള മിക്ക സ്റ്റുഡൻസും ഫിഫ വേൾഡ് കപ്പ് എത്തുമ്പോഴും മറ്റുള്ള ഏത് ഫുട്ബോൾ ടൂർണമെന്റ് ആണെങ്കിലും വളരെ ആവേശോർജമായിട്ടാണ് ഇവിടെയുള്ള ഓരോ കുട്ടികളും പങ്കെടുക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സെന്റ് തോമസ് തോട്ടുമുക്കം സ്കൂൾ ഇവിടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കാനായിട്ടാണ്. ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ബ്രസീലാണ്, ഒരു ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, അങ്ങനെ ഒത്തിരി ടീമുകളുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ഓരോ കുട്ടികളും ഇവിടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഒരു ഹോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, എന്തെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി ഇന്ത്യ പ്ലേ ചെയ്യുന്ന ഒരു ഹോപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇതിന്റെ കൂടെ അത്ര ആവേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. ടൂർണമെന്റിന്റെ ആവേശകരമായ സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച അർജന്റീനയും ബ്രസീലിനെ തോൽപ്പിച്ച പോർച്ചുഗലും ഫൈനലിലെത്തി. കലാശ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ കീഴടക്കി അർജന്റീന കിരീടം ചൂടി. പ്രശസ്ത മോഹൻ ബഗാൻ താരം ഉമർ മുക്താറാണ് ടൂർണമെന്റിനെ ഉദ്ഘാടനം നിർവഹിച്ചത്. ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ട്രോഫികൾ വാർഡ് മെമ്പർമാരായ സന്തോഷ് സെബാസ്റ്റ്യൻ, സുഹാസ് പി.കെ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസി മാനുവൽ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആന്റപ്പൻ ചെറിയാൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. കിരീടം അർജന്റീന കൊണ്ടുപോയെങ്കിലും കാണികളുടെ മനസ്സ് നിറച്ചാണ് തോട്ടുമുക്കത്തിന്റെ ഇന്ത്യൻ പട ഗ്രൗണ്ട് വിട്ടത്. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.